വിശുദ്ധ ഖുർആനിലെ 112 അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. 1. നബിയെ പറയുക, കാര്യം അള്ളാഹു ഏകനാകുന്നു. 2. അള്ളാഹു സർവ്വലോകരുടെയും ആശ്രയമായിരിക്കുന്നു. 3. അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചിട്ടുമില്ല. 4. അവന് തുല്യനായി ആരും തന്നെയില്ല. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും അവന് മാത്രം അവകാശപ്പെട്ട സവിശേഷഗുണങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു. ഇതിലെ ഓരോ വചനവും താഴെ പറയുന്ന ആശയങ്ങളാണ് നൽകുന്നത്. അള്ളാഹു ഏകനാണ്, അള്ളാഹു ഒറ്റപ്പെട്ടതും അതുല്യനുമായ ഒരു ശക്തിയാണെന്ന് ആദ്യത്തെ വചനം പറയുന്നു. അവന് തുണയോ പങ്കാളിയോ ഇല്ല, അവൻ എല്ലാറ്റിനും ആശ്രയം. എല്ലാ സൃഷ്ടികളും അവരുടെ ആവശ്യങ്ങൾക്കായി അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. അള്ളാഹുവിന് മക്കളോ മാതാപിതാക്കളോ ഇല്ല. അവന്റെ അസ്തിത്വം എല്ലാ കാലത്തിനും അതീതമാണ്. അവന് തുല്യനായി ആരുമില്ല. അള്ളാഹുവിന് സമാനമായോ തുല്യമായോ ഈ പ്രപഞ്ചത്തിൽ യാതൊരു ശക്തിയുമില്ല. അവന്റെ ശക്തിയിലും അറിവിലും തുല്യതയില്ലാത്തവനാണ്. ഈ സൂറത്ത് അള്ളാഹുവിന്റെ സമ്പൂർണ്ണമായ ഏകത്വവും ശക്തിയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇതിന് ഖുർആന്റെ 1/3 ഭാഗത്തിന് തുല്യമായ പ്രാധാന്യമുണ്ടെന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇസ്ലാമിക് അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഏത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്കറിയേണ്ടതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ.